ഇന്ന് ഞാൻ ജുമേറ ബീച്ചിലാണ്. അവധിയുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് ഇറങ്ങിയതാണ്. 2-3 സുഹൃത്തുക്കളുണ്ട്. വെറുതെ റൂമിൽ ഇരിക്കണൊക്കെ നല്ലതെന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. ഞാൻ വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഇവരെല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിച്ചു. അങ്ങനെ അവർ അന്വേഷിച്ചിങ്ങനെ നടക്കുകയാണ്. അവരവിടെ കുളിക്കാനായിട്ട് പോയിരിക്കുന്നത്. ഇപ്പം ഏകദേശം 6 മണി കഴിഞ്ഞു. നല്ല അന്തരീക്ഷം, നല്ല ഇരുട്ടി തുടങ്ങി. അപ്പം ഞാൻ അവരെ തിരക്കി ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത വീഡിയോസൊക്കെ ഉണ്ട്. നേരത്തെ വന്ന അത് പിന്നീട് കാണിക്കാം. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളുടെ സ്വാഗതപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. ഇന്ന് ഞാനെടുത്ത കുറച്ച് വീഡിയോ ഉണ്ട്. നേരത്തെ വന്ന ആ വീഡിയോസൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം ജുമേറ ബീച്ചിലെ ഈ തുടക്ക ഭാഗമാണ്. ആ തുടക്ക ഭാഗത്തുള്ള വീഡിയോസാണിത്. ബുർജുൽ അറബുണ്ട്. ബുർജുൽ അറബ് കുറച്ചുകൂടെ വളരെ ദൂരെ കാണുന്നതാണ്. ആ കാണുന്നതാണ് ബുർജുൽ അറബ്. അത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ വീണ്ടും സഞ്ചരിക്കണം അങ്ങോട്ട് പോകണമെങ്കിൽ. അടുത്ത ദിവസം അങ്ങോട്ട് പോകാം. ഇത് ജുമേറ ബീച്ചാണ്. നല്ല സൂര്യാസ്തമനമാണ്. സൂര്യാസ്തമനത്തിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇത് നല്ല തെളിഞ്ഞ ഗ്രീൻ കളറിലുള്ള അത് കടലിൻ്റെ ജലത്തിൻ്റെ കളർ നല്ല ഗ്രീൻ കളറാണ്. ചെറിയ തിരയുണ്ട്. അവധിയായതുകൊണ്ട് ഇങ്ങനെ ജുമേറ ബീച്ചിലോട്ട് വെറുതെ നടക്കാൻ വന്നതാണ്. 1-2 പേര് കൂടെ ഉള്ള അവരെല്ലാം കുളിക്കാനായിട്ട് ഇറങ്ങി. എനിക്ക് കുളിക്കാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ തീരത്തിലൂടെ നടക്കുകയാണ്. ഇല്ല, സൂര്യ അസ്തമിക്കാൻ ഇങ്ങനെ ആ ലാസ്റ്റ് നിമിഷങ്ങളാണ് ആ കാണുന്നത്. കടലിൽ കൂടെ നല്ല രസമാണ്. ഇത് കുറേ ആൾക്കാരുണ്ട്, നല്ല രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഇതിനടുത്ത് വയ്ക്കും, എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ബീച്ചിൻ്റെ ഏകദേശമുള്ള ഭാഗങ്ങളൊക്കെ ആൾക്കാർ നീങ്ങി തുടങ്ങി. ആൾക്കാരൊക്കെ റെസ്റ്റ് എടുക്കുകയാണ്. നല്ല അന്തരീക്ഷമാണ്. നല്ല കാറ്റും കൊണ്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കണ്ടില്ല, ഇപ്പോൾ ആകാശത്തിൻ്റെ കളർ തന്നെ വളരെ വ്യത്യാസമായി. വളരെ നല്ല മനോഹരമായ ഒരു പെയിൻറ്റിങ് പോലെ ഉണ്ട് ആകാശം. ആ രീതിയിലാണ് റെഡ് കളറും വൈറ്റും റെഡും ബ്ലൂ കൂടെ ചേർന്ന ഒരു പ്രത്യേക കളറാണ് ആ കാണുന്നത്. ബീച്ചിൽ ലൈറ്റുകളെല്ലാം തെളിഞ്ഞു. പിന്നെ എൻ്റെ കൂടെ വന്ന 2 പേര് ഇവിടെയോ പോയിക്കണം. അവർ കുളിക്കാനാണെന്ന് തോന്നുന്നു പോയത്. ബീച്ചിലിറങ്ങിയത് കടലിറങ്ങിയ ശേഷം നല്ല വെള്ളത്തിൽ കുളിക്കണം, അതിന് വേണ്ടി അവർ ഇറങ്ങിയതാണ്. ഇവിടെയോ ആണ് അവരുടെ സ്ഥലം. അങ്ങനെ നോക്കി നടക്കുകയാണ് അവർ. ഫോണെല്ലാം എൻ്റെ ബാഗിലാണ് അവരുടെ ഫോണെല്ലാം ഉള്ളത്. അതുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അവർ കടലിറങ്ങിയതുകൊണ്ട് എല്ലാം കൂടെ എൻ്റെ ബാഗിലേക്ക്, ഫോണെല്ലാം എൻ്റെ ബാഗിലേക്ക് വെച്ച്. അതുകൊണ്ട് അങ്ങനെ നോക്കിയാണ് അവരെവിടെയും ഉണ്ടാകുന്നറിയാനായിട്ട്. അപ്പോൾ കാണാൻ പറ്റുന്നില്ല, അങ്ങനെ കണ്ടുപിടിക്കാം.
അപ്പോൾ ഇവിടെ ഒരു വാക്ക് വേ ഉണ്ട്. തടിയിലും പാനൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതല്ലേ സിന്തറ്റിക് ട്രാക്കും ഉണ്ട്. അപ്പം ഓടുന്നവർക്ക് അങ്ങനെ ഓടാം, നടക്കുന്നവർക്ക് ഈ വുഡൻ പാനലിൽ കൂടെ നടക്കാൻ പറ്റും. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. ഈ ബീച്ചിൻ്റെ അങ്ങോളം ഇങ്ങോളം ഇത് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്നതൊക്കെ റിസോർട്ടുകളാണ്. ഈ സൈഡിൽ കാണുന്നതൊക്കെ തന്നെ പോഷ് റിസോർട്ടുകളാണ്. അവിടെ നല്ല വാടകയാണ് അവിടെ താമസിക്കാനൊക്കെ. ഇതാണ് സിന്തറ്റിക് ട്രാക്കാണ് ഈ കാണുന്നത്. ഈ പച്ച കളറിൽ കാണുന്നതാണ് സിന്തറ്റിക് ട്രാക്ക്. ഈ കാണുന്നതാണ്. ഈ റെഡ് കളറിൽ ഒന്നും കാണുന്നത് വുഡൻ പാനലാണ്. വുഡ് കൊണ്ട് ഫുള്ള് പാനൽ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നടക്കാൻ നല്ല സുഖമാണ്. ഇത് സൈക്ലിങ് ഇതൊക്കെ തന്നെ നിരോധിച്ച് ഒള്ളി വാക്കിംഗ് ആണ്. സൈക്കിൾ ഉരുട്ടിക്കൊണ്ട് പോവാം, അതേ പറ്റുള്ളൂ. ജുമൈറ ബീച്ചിൽ നിന്നൊരു അസ്തമന ദൃശ്യമാണ് ഈ കാണുന്നത്. അസ്തമിക്കാനായിട്ട് ഏകദേശം ശകലം നിമിഷങ്ങളെ ബാക്കിയുള്ളൂ. വളരെ സാവധാനം താഴ്ന്നു പോവുകയാണ്.